ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനം. നമ്മുടെ ജീവിത പ്രവൃത്തികൾക്കകത്ത് നാം ജീവിക്കുന്നത് അനുഭവമാകുന്നതിന് അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ നമുക്ക് ബോധ്യം ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികൾ, നാം നയിക്കുന്ന ജീവിതം സ്വാനുഭവമായി മാറാൻ, അനുഭവപൂർണമായി മാറാൻ 3 കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷമാണ് അത് ദൈവാനുഭവമാണോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ വരിക. ഏതൊരു പ്രവൃത്തിയും അനുഭവപ്രദമാകുന്നതിന് എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. സ്വാഭാവിക ജീവിത പ്രവൃത്തികൾക്കും പ്രയോഗങ്ങൾക്കും ഇടയ്ക്ക് നാം മറന്നുപോകുന്ന കാര്യമാണിത്. നാം അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എന്താണ് ജീവിതം കൊണ്ട് നാം അനുഭവിക്കുന്നതെന്നും തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് അനുഭവരഹിതമായ ലോകമാണ് പലപ്പോഴും നമുക്കുണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ നിഷ്ഠയോടെ നാം പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിത പ്രവൃത്തികൾക്കകത്ത് നാം എത്രമാത്രം ഉൾച്ചേരുന്നുവെന്നും അതിൽ നിന്ന് അനുഭവം ഉൾക്കൊള്ളുന്നുവെന്നും മനസ്സിലാകുക. ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് രുചിച്ച് കഴിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. രുചി അറിയാതെ നാം കഴിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ TV കണ്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. ഇന്നത് മാറിയിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്ന് പറയും. കാരണം മൊബൈൽ ഒരു കയ്യിൽ പിടിച്ച് മൊബൈൽ ഇങ്ങനെ റോൾ ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അതിലെ കാഴ്ചകൾ കണ്ടും കേൾവികൾ കേട്ടും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം രുചികരമല്ലാതായി മാറും, അല്ലെങ്കിൽ അനുഭവപ്രദമല്ലാതായി മാറും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, കരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നു, അതേസമയം തന്നെ നാം ഭക്ഷണത്തിൽ സ്പർശിക്കുന്നു, അതിന്റെ ഗന്ധം ആസ്വദിക്കുന്നു, വായ കൊണ്ട് രുചിക്കുന്നു. അങ്ങനെ 4 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ 4 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, 4 കരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 4ലൂടെയും നാം അതിനെ സ്വീകരിക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രമാണ് പുറത്തു നിൽക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നാം നമ്മുടെ കേൾവി ഒരു സ്ഥലത്തായി പോകുന്നു, നമ്മുടെ കണ്ണുകൾ മറ്റൊരിടത്തായി പോകുന്നു, ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിയുന്നു. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റാതെ പോകും. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കും. ഫാറ്റി ബോഡിയൊക്കെ ആകാൻ കാരണം അതാണെന്ന് പറയും. ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് നമുക്ക് ശ്രദ്ധ പുലർത്താൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഭവം ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതാനുഭവമായിട്ട് മാറണമെങ്കിൽ നമുക്ക് അതിനകത്ത് വ്യക്തമായ ബോധ്യമുണ്ടാകണം. എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് വേണം നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തികളെയും നാം പരിശോധിക്കാൻ. വിശ്വാസ ജീവിതത്തിൽ നാം ദേവാലയങ്ങളിൽ പോകുന്നു. ദേവാലയങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നാം അവിടെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ പ്രവൃത്തികളുടെ ലക്ഷ്യം. ആത്യന്തികമായ അനുഭവതലത്തിലേക്ക് വരാൻ അത് അനുപേക്ഷണീയമാണ്, അത്യാവശ്യവുമാണ്. നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മുടെ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നാം ദേവാലയത്തിൽ പോകുന്നു എന്നാണ്. ഒരു വിധത്തിലുള്ള ആളുകൾ ദേവാലയങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ജീവിതത്തിന്റെ കഷ്ടനിമിഷങ്ങളിലാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് ഒരു പ്രഘോഷണത്തിൽ കേൾക്കാനിടയായി 3 സമയത്താണ് നിങ്ങൾ ദേവാലയത്തിൽ പോകേണ്ടത്. അപ്പോൾ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു പുരോഹിതൻ പ്രസംഗിക്കുമ്പോൾ പറയാണ്, 3 അവസ്ഥകളിലാണ് നിങ്ങൾ ദേവാലയങ്ങളിൽ പോകേണ്ടത്. ദേവാലയം തന്നെ നമ്മളാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. യേശുവാണ് ദേവാലയമെന്നും യേശു നമ്മിലാണെന്നും നാം തന്നെയാണ് ദേവാലയം എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് കൊറിന്ത്യർ ലേഖനം നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളാണ് ദേവാലയം എന്ന പ്രാഥമിക ബോധ്യം നമുക്കുണ്ടാവണം. ദേവാലയത്തിൽ നമ്മൾ പോകുന്നത് എന്തിനെന്നും എന്താണ് ആ പ്രവൃത്തിയുടെ പിന്നിൽ ലക്ഷ്യമെന്നും നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം. അപ്പോ ഈ പുരോഹിതൻ പറയുന്നത് 2 ദിനവൃത്താന്തം 7:13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള പഴയ നിയമത്തിലെ ഒരു വചനം എടുത്തിട്ടാണ് ദേവാലയത്തിൽ പോകേണ്ടതിന്റെ ആവശ്യകതയെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്. നമ്മൾ ദേവാലയത്തിൽ പോകേണ്ടത് നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്നും ജീവിതം പരിമിതപ്പെട്ടു പോകുമ്പോഴാണെന്നും ജീവിതത്തിന്റെ നൈരാശ്യത്തിന്റെ സമയത്താണെന്നുമാണ് വചനം അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. 3 സമയത്തെന്ന് പറഞ്ഞാൽ 2 ദിനവൃത്താന്തം 7:13 പറയാണ്, ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുമ്പോൾ, ദേശത്തെ കൃഷി നശിപ്പിക്കാൻ ഞാൻ വെട്ടുക്കിളി അയക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി വിതയ്ക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ദേവാലയത്തിലേക്ക് വരണം. അവിടെ അദ്ദേഹം 3 കാര്യങ്ങളാണ് പറയുന്നത്. മഴ തരാതെ ആകാശമടയ്ക്കുമ്പോൾ, ദേശത്തെ കൃഷി നശിപ്പിക്കാനായി വെട്ടുക്കിളികൾ അയക്കുമ്പോൾ, എന്റെ ജനത്തിനിടയിൽ മഹാമാരി ഉണ്ടാകുമ്പോൾ ഞാൻ അയക്കുമ്പോൾ,
നിങ്ങൾ എൻ്റെ ആലയത്തിലേക്ക് വരണം. പഴയ നിയമത്തിലെ ഈ വചനം എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിത ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദേവാലയത്തിൽ പോകേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണമല്ലോ. എന്താണ് ദേവാലയമെന്നും എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നതെന്നും അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും അതിലൂടെ നാം എന്താണ് അനുഭവിക്കുന്നതെന്നും നമുക്ക് ബോധ്യം ഉണ്ടാവണം. ദേവാലയത്തിൽ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണെന്ന് പലപ്പോഴും നമ്മൾ പറയും. നമ്മൾ ഭൂമിയിലെ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീർന്നവരാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാൻ കഴിയും. ദേവാലയത്തിനകത്ത് നാം പോകുന്നത് ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ അടയാളമാണ് ദേവാലയം. ഞാനത് വ്യക്തമാക്കാം. നമ്മൾ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ദേവാലയത്തിന്റെ ആനവാതിലിന് മുമ്പിൽ വെച്ച് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവോ? പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? നിങ്ങൾ ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവോ? പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ എന്ന 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് നാം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ഭൂമിയിലെ ദൈവരാജ്യ അനുഭവത്തിന്റെ അടയാളമായിട്ടാണ് ഓരോ ദേവാലയവും ഉള്ളത്. നാം ഒക്കെ ദേവാലയങ്ങളാണ് എന്ന പരമാർത്ഥം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. നാം ആ ദേവാലയത്തിന്റെ ഭാഗമായി മാറുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ്. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ച് നാം ചെല്ലുന്നൊരിടമാണ് ദേവാലയം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഭൂമിയിലെ ആഡംബരങ്ങളെയും ഈ ലോകത്തിന്റെ ആകുലതകളെയും ഈ ലോകത്തെയും ഉപേക്ഷിച്ച് നാം ദൈവസന്നിധിയിലാണ് എന്ന ബോധ്യത്തോടെ എത്തിച്ചേരാൻ ഒരിടം നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ദേവാലയമാണ്. ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നാം ഈ 2 ഉത്തരം പറഞ്ഞത്. അപ്പോൾ ആ ദേവാലയം കേവലമായി കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു ആലയമല്ലെന്നും അത് ദൈവരാജ്യത്തിന്റെ പ്രതീകമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദേവാലയ പ്രവേശനം ഗുണകരമായിട്ട് മാറുക. നാം ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണെന്നല്ല, ദേവാലയം എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ദേവാലയം യഥാർത്ഥത്തിൽ നമ്മളാണ്. നമ്മൾ ഒന്നിച്ചു ചേരുന്ന ഇടമാണ് ദേവാലയമായിട്ട് നാം ഇന്ന് അനുഭവിക്കുന്നത്. അത് കല്ലും മണ്ണും കൊണ്ട് പടുത്തുയർത്തിയ കോൺക്രീറ്റ് കൂനകളാണെന്നല്ല കരുതേണ്ടത്. നമുക്ക് ഒത്തുചേരാനുള്ളിടം, ദൈവം സഹവസിക്കുന്നൊരിടം എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഈ ദൈവരാജ്യം എന്നൊരു സങ്കല്പത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവിക ആധിപത്യമുള്ളൊരിടം, ദൈവത്തിൻ്റെതായൊരിടം എന്നൊരു ബോധ്യം. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിറവേറാനുള്ള ദൈവികമായ അനുഭവങ്ങളുടെ ഒരു തലത്തിലേക്ക് നാം നമ്മെ എടുത്തു വെക്കുന്നതിന്റെ ഭാഗമാണ് ദേവാലയത്തിൽ നമ്മൾ പോകുന്നത്. ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവരാജ്യത്തെ പ്രതീകാത്മകമായി ഒരു ദേവാലയത്തിൽ നമ്മൾ കാണുന്നു. തിരുസഭയാണ് ദൈവരാജ്യമെന്ന് ഒരു തരത്തിൽ പറയാം. സഭയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. സഭയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സഹനസഭ, സമരസഭ, വിജയസഭ എന്നീ സഭകളുടെ സാർവത്രിക മൂല്യത്തിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത എന്ന നിലയ്ക്ക് മാറുന്നു എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടായാലാണ്. റോമർ ലേഖനം 6-ാം അധ്യായം 3-4 തിരുവചനങ്ങളെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. നാം ഇനി അവിടത്തോടു കൂടെ ജീവിക്കേണ്ടതിനാണത്. അപ്പൊ ദേവാലയം നാം അവിടത്തോടു കൂടെ ജീവിക്കുന്ന ഒരിടമായിട്ട് കാണാൻ നമുക്ക് വേണം. അങ്ങനെ ഒരു ബോധ്യതലത്തിലേക്ക് നമ്മെ ഉയർത്താനാണ്. ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് കൂടെ, യേശുവിനോട് കൂടെ, ഉദ്ധിതനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഇന്ദ്രിയപരമായ പരിമിതികളുണ്ട്, ജീവിതത്തിന്റെ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്ന് നാം നമ്മെ എടുത്തു വെക്കുന്ന ഒരിടമായിട്ട് വേണം ദേവാലയത്തെ കാണാൻ. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കേണ്ടതാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കാൻ ഇനിയും നിങ്ങൾ ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? കൊളോസ്യർ 2:20 ചോദിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു. എവിടെ വെച്ച് മരിച്ചു? കുരിശിലേശു തറയ്ക്കപ്പെട്ടപ്പോ അവന്റെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും കുരിശിൽ തറയ്ക്കപ്പെട്ടു. കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന്റെ തലേന്ന് അവിടെ നിന്ന് അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അവൻ സമസ്തവും കയ്യിലെടുത്ത്, he took the all being and said, അവൻ സമസ്തവും കയ്യിലെടുത്ത് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അങ്ങനെ ശരീരമായി അർപ്പിക്കപ്പെട്ട അവൻ കുരിശിൽ മരിച്ചു. ആ കുരിശിൽ മരിച്ചപ്പോൾ നമ്മളും മരിച്ചു. അങ്ങനെ അവനോടുകൂടെ നമ്മൾ മരിക്കുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു.
ആ ഉദ്ധാന ജീവിതത്തിൽ പങ്കുകാരാകുന്നവരാണ് നാം എന്ന അവബോധത്തിലേക്ക് എത്തുന്നിടമാണ് ദേവാലയം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരാളാണ് ഞാനെന്ന് വ്യക്തിപരമായി എന്നെ ബോധ്യപ്പെടുത്താനുള്ള ഇടമായിട്ടും പ്രതീകമായിട്ടും ദേവാലയത്തെ കാണാൻ പറ്റണം. ഇന്ദ്രിയപരമായ പരിമിതികൾ അതുകൊണ്ടാണ്. നാം പുറത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ നാം പലപ്പോഴും അത് മറന്നു പോകുന്നു. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾക്കകത്ത് ഇഴുകിച്ചേരുകയും ലോകാനുഭവങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നാം ഇത് മറന്നു പോകും. ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അന്വേഷിച്ച് നാം അലയുന്നതിനിടയ്ക്ക്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ മുങ്ങിപ്പോകുന്നതിനിടയ്ക്ക് നാം ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നും ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണെന്നും അവനിൽ ഉദ്ധിതരാണെന്നും അവനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കേവലം ലൗകികമായ താല്പര്യങ്ങളെ, ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകി നമ്മൾ ജീവിച്ചു പോകും. അവിടെ നിന്ന് നമ്മളെ വേർതിരിക്കാനായി മനഃപൂർവ്വം നാം നമ്മെ എടുത്തു വെക്കുന്ന ഇടമാണ് ദേവാലയം. ആ ദേവാലയത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഒപ്പമായിരിക്കാൻ, അവന്റെ അധീശത്വത്തെയും അധികാരത്തെയും സ്വീകരിച്ച് ജീവിക്കുന്നവരാകാൻ, നാം ഇങ്ങനെ സമർപ്പിതരാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ, ജ്ഞാനസ്നാന വ്രതങ്ങളെ പുതുക്കി ജീവിക്കുന്നവരായി, ആ വ്രതത്തിനകത്ത് ജീവിക്കുന്നവരായി സ്വയം അനുഭവപ്പെടുത്താനായിട്ടാണ് നാം ദേവാലയത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും, ആനവാതില് ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കുമായി തുറക്കുമ്പോൾ അന്ന് അവിടെ ആനാവെള്ളം വെക്കുന്നുണ്ട്. എല്ലാ പള്ളികളിലും ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. കാരണം അതിന്റെ ക്രമേണ ഉപയോഗം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്, എന്തിനുപയോഗിക്കുന്നു എന്നറിയാതെ പോയപ്പോഴാണ്. ദേവാലയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് മാമോദീസയെ അനുസ്മരിച്ച് നാം ഈ വിശുദ്ധ ജലം നെറ്റിയിൽ പൂശി, നെറ്റിയിൽ കുരിശടയാളം വരച്ച്, നെറ്റിയിലെ മാമോദീസ അടയാളത്തെ ഓർത്ത് അകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. പക്ഷെ നാം അതൊക്കെ മറന്നുപോയി. ഇത് കേവലാചാരമായിട്ട് മാറി. പള്ളി വരുന്നു, ഇറങ്ങുമ്പോഴും വരുമ്പോഴും കയറുമ്പോഴും പോകുമ്പോഴും ഒക്കെ നെറ്റിയിൽ വെള്ളം എടുത്ത് നമ്മൾ പൂശും. എന്താണെന്നറിയില്ല. വിശുദ്ധജലമാണ്, ഒരു ശക്തി അതിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ കേവല വിശ്വാസത്തിലേക്ക് പോകുകയും യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട പരിവർത്തനം ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. അനുഭവതലത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെടുകയാണ്. സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നാം ഇതിലൂടെ അനുഭവിക്കേണ്ട ഒരു അനുഭവതലം നഷ്ടപ്പെടുകയാണ്. ദേവാലയത്തിൽ പോകുന്നത് അവിടെ നിന്ന് മഴയെ തടുക്കുമ്പോഴാണെന്നും, ദേശത്തേക്ക് വെട്ടുക്കിളികൾ അയക്കുമ്പോഴാണെന്നും, ജനങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകുമ്പോഴാണെന്നും പറയുന്നിടത്ത് സംഭവിക്കുന്ന ആത്മീയമായ പിഴവ്, നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെടുന്നവരും ദൈവരാജ്യത്തിലെ അംഗങ്ങളുമാണെന്ന ഒരു മഹത്വ പദവിയിൽ പ്രവേശിക്കുന്നിടമാണ് ദേവാലയം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വീണുപോകുന്നു. അങ്ങനെ നമ്മുടെ മാമോദീസയെ അനുസ്മരിച്ച് ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന പരമാർത്ഥത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകേണ്ട അനുഭവപരമായ ഉയർച്ചയെ തടുക്കുകയും കേവലം കാര്യസാധ്യത്തിന് അണയുന്നിടമായിട്ട് ദേവാലയം മാറിത്തീരുകയും ചെയ്യുന്നു. നമ്മുടെ ഉപയോഗത്തിനുള്ള ഉപകരണാത്മകമായ ഒന്നായിട്ട് പ്രാർത്ഥനയ്ക്കുള്ള വേദിയും മാറുന്നതിന്റെ അപജയം വിശ്വാസ ജീവിതത്തെ ഇന്ന് ഏറെ തരം താഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾ ദൈവങ്ങളിലേക്കും ലോകത്തെവിടെയും കാര്യം കാണാമെന്ന് പറയുന്ന ഇടങ്ങളിലേക്കും ജനം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായ കേന്ദ്രങ്ങൾ വളരുകയും ആധിപത്യം പുലർത്തുകയും തങ്ങളാണ് ലോകത്ത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നുവെന്ന് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശിലയിൽ നിന്ന് നാം വീണു പോകുന്നത് നമ്മൾ തന്നെ അറിയാതെ പോകുന്നു. ജീവിതം വ്യക്തിപരമായ ഒരു അനുഭവതലം ഉയർത്തുന്നുണ്ട്. ഏത് ജീവിതഘട്ടത്തിലായാലും ഏത് ജീവിതാവസ്ഥയിലായാലും അത് നിലനിൽക്കുന്നത് അനുഭവപരമായ മൂല്യത്തിലാണ്. നമ്മുടെ ജീവിത ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവതരമാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതം പ്രീഷ്യസ് ആയിട്ട് വിലപ്പെട്ടതായിട്ട് തോന്നുക. യേശുക്രിസ്തുവിലാണ് എൻ്റെ ജീവിതമെന്നും ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവനും അനേകർക്ക് ഭക്ഷണമാകാൻ അയക്കപ്പെട്ടവനുമാണ് ഞാനെന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ദേവാലയത്തിനകത്ത് ഞാനായിരിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിൽ ഈ അധികാരപൂർണ്ണതയെ ഓർത്തുകൊണ്ടും അവന്റെ ഭാഗഭാഗിത്വത്തിൽ ലോകത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കാൻ നമുക്കാകും. ദേവാലയം എന്ന് പറയുന്നത് കേവലമായി കാര്യം കാണാനുള്ള ഇടമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവിടെയാണ് അടിസ്ഥാനപരമായ പിഴവ്. ദേവാലയം എന്നത് സ്വാഭാവികമായും ജീവിക്കുന്നൊരിടമാണ്. ദേവാലയം എന്നത് സഭയായിട്ട് നമുക്ക് കാണാം. മൗതികമായ സഭയെ പ്രവൃത്തികൾ കൊണ്ട്, പ്രയോഗങ്ങൾക്കിടയ്ക്ക് കാണുന്ന സഭ. നമ്മൾ സഭയെ പലപ്പോഴും കാണുന്നത് ഈ പറഞ്ഞ മേടകളായിട്ടാണ്, ദേവാലയങ്ങളായിട്ടാണ്, സഭയുടെ സ്ഥാപനങ്ങളായിട്ടാണ്, പൗരോഹിത്യമായിട്ടാണ്. ഇങ്ങനെ പല അടയാളപ്പെടുത്തലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സഭ എന്താണ്? വാസ്തവത്തിൽ സഭ ക്രൈസ്തവ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ വ്യാപനമാണ്. അല്ലെങ്കിൽ ആ ജീവിതത്തിൽ വ്യാപൃതമാകുന്ന ആളുകൾക്കിടയ്ക്ക് വളരുന്ന ബന്ധത്തിനകത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഭയെ കാണാൻ കഴിയേണ്ടത്. അങ്ങനെ ഒരു ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന നാം ഭൗമിക ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നും
ഭൂമിയിലെ ദൈവരാജ്യമായ സഭയ്ക്കകത്താണെന്നും നമുക്ക് ബോധ്യമുണ്ടാകുകയും ഈ ദൈവരാജ്യ അനുഭവത്തിന്റെ സമ്പൂർണ്ണത അനുഭവിക്കാൻ നാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ചെല്ലുന്നിടമായിട്ട് ദേവാലയത്തെ കാണണം. അവിടെ ഒത്തുകൂടുമ്പോൾ ഈ ദൈവരാജ്യ അനുഭവത്തിന്റെ അനുഭവതലം നമ്മിൽ വികാസം പ്രാപിക്കണം. എങ്കിലാണ് നമുക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ പുരോഗമിക്കാൻ പറ്റുക. ഇപ്പൊ ലോകത്തായിരിക്കുന്ന നമ്മൾ ലോകത്ത് നിന്നും ദൈവരാജ്യത്തിലേക്ക് തിരികെ കടക്കുന്നതിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഇടമാണ് ദേവാലയം. അത് മറന്നു പോയിട്ട് കാര്യം കാണാനുള്ള ഇടമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, കേവല ഉപകരണമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഈ കൂദാശകളെയും സഭയുടെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത് അത് നമ്മുടെ താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. ഇങ്ങനെ വന്ന വീഴ്ച യഥാർത്ഥത്തിൽ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നത് എന്ത് കെടുതിയാണെന്ന് നമ്മൾ അറിയുന്നില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് വീണുപോയിട്ട് നമ്മൾ കേവലാചാരങ്ങളുടെയും ബാഹ്യപ്രകടനങ്ങളുടെ ഭാഗമായി സഭയെന്ന് കാണുകയും വിശ്വസിക്കുകയും അങ്ങനെ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തിനിഷ്ഠമായ അനുഭവതലം നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവരാജ്യ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന പരമാർത്ഥം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ആദ്യം പറയുന്നത് ഈ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-ാം തിരുവചനത്തിലെ ആദ്യത്തെ ഭാഗം എടുത്തിട്ടാണ്. ഞാൻ മഴയെ തടയുമ്പോൾ അതിന് ഈ പ്രഘോഷകൻ പറഞ്ഞ ഉദാഹരണം, ജീവിതത്തിൽ സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നഷ്ടമായി പോകുമ്പോൾ നിങ്ങൾ ദേവാലയത്തിൽ പോകണം. ജീവിതത്തിൽ സ്വാഭാവികമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവതലങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജീവിത പങ്കാളിമാർ തമ്മിലുള്ള അനുഭവങ്ങൾ, മക്കളുമായുള്ള അനുഭവങ്ങൾ, അവയുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകുന്നു, മക്കൾ അനുസരിക്കാതെയാവുന്നു, ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു. അങ്ങനെ നിലനിന്നിരുന്ന ഒരു സൗഖ്യാനുഭവത്തിൽ നിന്ന് നാം വീണു പോകുന്ന സമയത്താണ് മഴ പെയ്യാതാകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടു പോകുമ്പോൾ പോകേണ്ട ഇടമാണോ ദേവാലയം, അഥവാ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണോ ദേവാലയം? ദേവാലയം എന്നത് ഈ ദൈവരാജ്യം എന്ന ബോധ്യത്തിൽ കാണണം. ദേവാലയം കേവലം കെട്ടിടമായിട്ട് കാണരുത്. ഇടവക ദേവാലയത്തെ കെട്ടിടമായിട്ട് കാണരുത്, കെട്ടിടമല്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനമായി നിൽക്കേണ്ടത് ദൈവരാജ്യമാണ്. നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ അവിടെ വ്യാപരിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ബോധ്യം നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നാണ്. നമുക്ക് ആ ബോധ്യം എപ്പോഴും ഉണ്ടാവില്ല. യേശു നമ്മുടെ അകമയുണ്ടെന്ന് നമുക്കറിയാലോ. ആർക്കതറിവില്ലാത്തത്? അകമയുണ്ടെന്നറിയാം. അകമയുള്ള യേശുവിനെ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഓർക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ദ്രിയപരമായ ശാരീരികമായ പരിമിതി കൊണ്ടാണ്, മാനസികമായ പരിമിതി കൊണ്ടാണ്. നമ്മൾ ലോകത്തേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോകും. ഇതൊക്കെ മറന്നുപോയിട്ട് പിന്നെ എപ്പോഴാണ് നമ്മൾ ഓർക്കുക? ഭക്ഷണം കഴിക്കാൻ വിശക്കുന്ന നേരത്ത് വന്ന പോലെ സമയത്തെക്കുറിച്ചൊക്കെ ബോധമുണ്ടാണ്. എപ്പോഴാണ്? സമയത്തെക്കുറിച്ച് പോലും നമുക്ക് ബോധ്യം ഉണ്ടാകുന്നത് വിശപ്പ് വരുമ്പോഴൊക്കെയാണ്. സ്വാഭാവികമായ ശരീരത്തിന്റെ പ്രകൃതിയാണ്. അപ്പൊ നമ്മുടെ അകത്ത് നാം ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണെന്ന ബോധ്യമാണ് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തേണ്ടത്. അത് നിലനിൽക്കാതെ വരുമ്പോൾ നാം ദൈവരാജ്യ അനുഭവത്തിലേക്ക് തിരികെ പോകാൻ ഉണ്ടാകേണ്ട ഇടമാണ് ദേവാലയം. പക്ഷെ നിന്റെ ജീവിതത്തിലെ സ്വാഭാവികമായി നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നീ ദേവാലയത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു കെടുതിയിൽ നിന്ന് മോചനം നേടാൻ പോകേണ്ട ഒരു സ്ഥലമാണ് ദേവാലയം. വാസ്തവത്തിൽ നീ ഈ ദേവാലയത്തിന്റെ ഭാഗമാണ്, ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. ആ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇടവകയുള്ളത്. ഇടവക കൂട്ടായ്മയാണ് സഭയുടെ അടിസ്ഥാനമായി കാണാവുന്നൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്കകത്ത് നീ ഭാഗവാക്കാണെന്നും നിന്റേതായ ഇടം നിനക്ക് ദൈവസന്നിധിയിലുണ്ടെന്നും നീ അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നും നീ ഓർക്കേണ്ടതാണ്. ഏത് ജീവിതാവസ്ഥയിലും അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ ഓടിച്ചിടാനുള്ള സ്ഥലമായിട്ടല്ല ദേവാലയത്തെ കാണുന്നത്. നീ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ദേവാലയത്തെ ശ്രദ്ധിച്ചാല് വിശുദ്ധരുടെയൊക്കെ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ കാണാം. എന്തിനാണ് ഈ പ്രതിമകളൊക്കെ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ളത്? നമ്മൾ കരുതിയിട്ടുള്ളത് അവരോട് പ്രാർത്ഥിക്കാനാണെന്നും നേർച്ചയിടാനാണെന്നാണ്. കാരണം നേർച്ചപ്പെട്ടി താഴെ ഉണ്ടല്ലോ, നേർച്ചപ്പെട്ടി താഴെ വെക്കുന്നുണ്ട്. വിശുദ്ധരുടെ രൂപം വെക്കും, നേർച്ചപ്പെട്ടി താഴെ വെക്കും. കാരണം എന്താ? നമ്മുടെ ഒരു ബോധ്യം തന്നെ ദേവാലയം എന്ന് പറയുന്നത് ഇങ്ങനെ വിശുദ്ധരെയൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ നേർച്ചയിടുക, അങ്ങനെ അവർക്ക് നേർച്ചയിട്ടാൽ അവർ നമ്മുടെ കാര്യം നടത്തി തരും എന്ന താൽക്കാലിക ബോധ്യമാണ്. എത്ര പരിമിതവും എത്ര ശോചനീയമാണെന്ന് നോക്കി. ജീവിതത്തിൽ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച കുറെ ആളുകൾ, ഭൗമികമായ ഒരു താല്പര്യവും പ്രദർശിപ്പിക്കാത്ത ആളുകൾ, ജീവിതത്തിന്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ ആളുകൾ, അവരുടെ ജീവിതം കർത്താവിനെ പ്രതി അർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ലോകത്തെ ഉപേക്ഷിച്ചു. അവരാണ് വിശുദ്ധാത്മാക്കളായിട്ടുള്ളത്. എന്നോടൊരു സഹോദരൻ ഒരിക്കൽ ചോദിച്ചു, ഈ പുണ്യാളന്മാരുടെയൊക്കെ പ്രതിമയിൽ, സ്റ്റാച്യുവിൽ കൊണ്ടുപോയി നിങ്ങളിങ്ങനെ നോട്ടുമാല ഇടുന്നത് ആക്ഷേപിക്കലല്ലേ? തീർച്ചയായിട്ടും ആക്ഷേപിക്കലാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഔസേപ്പിന്റെ തിരുസ്വരൂപത്തിന്മേൽ നോട്ടുമാല ഇടുന്നത് യഥാർത്ഥത്തിൽ ആ വിശുദ്ധാത്മാവിനെ അവഹേളിക്കുന്ന പ്രവൃത്തിയല്ലേ? സ്വർഗത്തിനെതിരായ നിന്നയല്ലേ അത്? അവർക്ക് പൂമാല ഇടുന്നു അങ്ങനെ തന്നെയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ ഈ പൂമാലയോ ലോകത്തിന്റെ പ്രശസ്തിയോ അംഗീകാരമോ തേടിയവരാണോ? ലോകത്തിന്റെ സാമാന്യ പ്രീതി നേടാനാണെങ്കിൽ വിശുദ്ധ ഔസേപ്പിന് എങ്ങനെ കന്യകാമറിയത്തിന്റെ ഭർത്താവായിരിക്കാൻ പറ്റും? വിവാഹിതരാകുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഭർത്താവായിരുന്നാൽ ഈ ലോകസമക്ഷം മാനിക്കപ്പെടുമോ അപമാനിക്കപ്പെടുമോ? അപ്പൊ ഈ ലോകത്തിന്റെ താല്പര്യങ്ങളെ അവഗണിച്ച് ദൈവം പറഞ്ഞ വാക്കുകളുടെ പിന്നാലെ പോയ മനുഷ്യരെ ലോകത്തിന്റെ പ്രശസ്തി കൊണ്ട് മൂടാമെന്ന് കരുതുന്നതും ലോകത്തിന്റെ അംഗീകാരം കൊണ്ട് പ്രലോഭിപ്പിക്കാമെന്നതും നമ്മൾ നടത്തുന്നൊരു ഹീനശ്രമമല്ലേ? നമ്മൾ തിരികെത്തിച്ചു വെച്ചാൽ, നമ്മൾ നോട്ടുമാലയിട്ടാൽ, നമ്മൾ പൂമാലയിട്ടാൽ ഈ വിശുദ്ധാത്മാവ് സംപ്രീതനാകുമെന്നും അങ്ങനെ നമ്മുടെ പുകഴ്ത്തലിൽ പുളകിതനായിട്ട് നമുക്ക് വേണ്ടി ദൈവത്തോട് അർത്ഥിക്കുമെന്നും പറയുന്നത് മൗഢ്യമല്ലേ? കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ ജീവിതത്തിൽ ഏറ്റെടുത്ത വിശുദ്ധാത്മാക്കളെ നമ്മൾ ഇങ്ങനെ അവഹേളിക്കുന്നത് ശരിയാണോ? ഇപ്പൊ എടപ്പള്ളിയിൽ അവിടെ കോഴി നേർച്ചയുണ്ട്. ഒരു കാലത്ത് രാത്രി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ആചാരമാണ്. നമ്മളിവിടെ നാട്ടിലൊക്കെ കോഴിക്കുരുതിയൊക്കെ നടത്തിയിരുന്ന ആളുകളാണ്. അതിൻ്റെയൊക്കെ ഭാഗമായ ഒരു പാരമ്പര്യമായിരിക്കാം, ആചാരത്തിന്റെ ഒരു ഏറ്റെടുക്കലായിരിക്കാം ഇങ്ങനെ ആ ദേവാലയത്തിന് മുന്നിൽ ഇങ്ങനെ കോഴിയെ കൊന്ന് അവിടെ വെച്ച് കറി വെച്ച് ഭക്ഷിച്ച് രാത്രി പ്രാർത്ഥിച്ചൊക്കെ പോന്നിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ കോഴി കൊടുക്കുന്നുണ്ടായെന്നാണ് കേട്ടറിവ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാവരും കൊണ്ട് കോഴി കൊടുക്കുകയാണെങ്കിൽ കോഴിക്ക് അല്ലെങ്കിൽ കോഴിയുടെ പൈസ കൊടുക്കുകയാണ്. എന്താണ് കാര്യം? നമ്മളതിന് പല ന്യായങ്ങളും പറയുന്നത്. ഗീവർഗീസ് അവിടെ ഒരു രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി വ്യാളിയെ കൊല്ലാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയെ അങ്ങനെ വ്യാളിയെ തോൽപ്പിച്ചു. അതുകൊണ്ട് പാമ്പിന് എതിരായ ആളായിട്ട് നമ്മൾ വിശുദ്ധ ഗീവർഗീസിനെ വെച്ചു. പാമ്പുണ്ടെങ്കിൽ ആരോട് പ്രാർത്ഥിച്ചാൽ മതി? വിശുദ്ധ ഗീവർഗീസിനോട് പ്രാർത്ഥിച്ചാൽ മതി. പാമ്പുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഗീവർഗീസിനെ ഒരു അന്ധവിശ്വാസത്തിന്റെ ആളാക്കി മാറ്റി അന്ധവിശ്വാസം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊരു വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറഞ്ഞത് ഒരു ദേവാലയത്തിന്റെ കാര്യം പറയാനും നിരവധി ദേവാലയങ്ങളിൽ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു ദേവാലയത്തിനകത്ത് തിരുസ്വരൂപമുള്ളത്, ആ തിരുസ്വരൂപം അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കണ്ടോ ഇതാണ് ദൈവരാജ്യം, ദൈവം കൂടുള്ള അനുഭവം. അവിടെ സക്രാരിയുണ്ട്, അവിടെ യേശു ഇരിപ്പുണ്ട്, ഇവിടെ വിശുദ്ധന്മാരെല്ലാം ഉണ്ട്, നമ്മൾ അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യം ഉണ്ടാകാനാണ് ദേവാലയത്തിൽ പോകേണ്ടത്. അതല്ലാതെ ദേവാലയത്തിൽ ചെല്ലുമ്പോ നീ ദേവാലയത്തിൽ ചെന്നാൽ സ്വാഭാവികമായി നിനക്ക് കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടുമ്പോ അത് തിരികെ നേടാനായി നീ ചെല്ലേണ്ട സ്ഥലമാണ് ദേവാലയം തെറ്റിദ്ധരിച്ചാൽ ആ ദേവാലയ പ്രവേശനം അബദ്ധമായി തീരും, കേവല അന്ധവിശ്വാസമായിട്ട് തീരും. ഒരു വിശ്വാസം അന്ധമാകുന്ന എപ്പോഴാ? അതെന്താണെന്ന് രുചിച്ചറിയാതിരിക്കുമ്പോഴാ. ദേവാലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നും ഈ ദൈവിക വിജയ സഭയോട് കൂടെയാണെന്നും യേശുവിനോട് കൂടെയാണെന്നും ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണെന്നും ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാനെന്നും ഞാൻ തന്നെയാണ് ദൈവരാജ്യമെന്നും എന്നിലൂടെയാണ് ദൈവരാജ്യം ലോകത്ത് പ്രയോഗിക്കപ്പെടേണ്ടതെന്നുമുള്ള വ്യക്തമായ വിശ്വാസ ബോധ്യം ഉണ്ടാകുന്നതിന് പകരം, ആഴമായ ബോധ്യം ഉണ്ടാകുന്നതിന് പകരം കേവലം അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയ ഒരു ആചാരമായിട്ട് ദേവാലയ പ്രവേശനം അധപ്പതിക്കുന്നു. അതിന് ആ പ്രയോഗത്തിനകത്തൊരു പിഴവ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിമാർ തമ്മിലുള്ള ജീവിതം, മക്കൾ നിങ്ങളുമൊത്തുള്ള ജീവിതം, അവിടെ കിടർച്ച ഉണ്ടാകുന്നതാണ് സ്വാഭാവികമായി ലഭിച്ച ദൈവാനുഗ്രഹത്തിന്റെ നഷ്ടമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവാനുഗ്രഹം എന്താണ്? ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളോട് കൂടെയുള്ള ദൈവത്തിന്റെ സഹവാസമാണ്. അത് നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും നന്മയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും ഏത് സാഹചര്യത്തിനായാലും നിങ്ങളെ കൈവിടാതെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ദൈവാനുഗ്രഹം. ദൈവാനുഗ്രഹം മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നതാണോ? ഇപ്പം മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ സ്വരച്ചേർച്ചയും മക്കളുടെ അനുസരണവും ഒക്കെയാണോ ദൈവാനുഗ്രഹം? അതൊക്കെ നമുക്ക് തോന്നുന്നതല്ലേ? നമ്മൾ പറയുന്നത് മക്കൾ അനുസരിക്കുമ്പോൾ നമുക്ക് ഉൾപ്പുളകവും സന്തോഷവും ഉണ്ടാകുന്നു, ഞാൻ ജയിക്കുന്നു എന്ന് ബോധ്യം ഉണ്ടാകണമുണ്ടാ. മക്കൾ എന്നെ അനുസരിക്കേണ്ടതാണോ ദൈവത്തെ അനുസരിക്കേണ്ടതാണോ? മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവത്തെ അനുസരിക്കാനാ, എന്നെ അനുസരിക്കാന്നല്ല പറയേണ്ടത്.
ഇങ്ങനെയാണ് ദൈവം പറയുന്നത്. ദൈവം പറഞ്ഞ വാക്ക് കേൾക്കൂ, ദൈവത്തെ കേൾക്കൂ, ക്രിസ്തുവിലേക്ക് നോക്കൂ, ക്രിസ്തുവിന്റെ അനുസരണം ശീലിക്കൂ എന്ന് മക്കളെ പഠിപ്പിക്കേണ്ടതിന് പകരം ഞാനടക്കമുള്ള മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിന് ആദ്യഘട്ടങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തി എന്നെ അനുസരിക്കൂ എന്ന് പറയലാണ്. എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ ആധിപത്യം അവരുടെ മേൽ ഉറപ്പിച്ചു. ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അബദ്ധം. ഞാൻ എന്നെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കുറവെന്താന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവരന് ദൈവത്തോട് അനുസരണം പ്രഖ്യാപിക്കാനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തി ഞാൻ തന്നെ കേന്ദ്രമായി നിൽക്കുന്നു, ഞാനൊരു അബദ്ധമാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഓരോ വ്യക്തിക്കും 16 വയസ്സിന് ശേഷം പ്രത്യേകിച്ചും വ്യക്തിത്വ രൂപീകരണം ഉണ്ടാകുമ്പോൾ സ്വന്തമായി തീരുമാനമെടുക്കേണ്ടതുണ്ട്, സ്വന്തമായി ദൈവത്തോട് പ്രത്യുദ്ധരിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അടിച്ചമർത്തല്ലവരെ നിലനിർത്തിയാൽ ഞാൻ കൊണ്ടുപോകുന്നത് അബദ്ധമാർഗങ്ങളിലാണെങ്കിൽ അവർ വീണുപോകും. വ്യക്തിപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവില്ലാത്തവരായിട്ട് അവർ മാറും. ഓരോ കാര്യം പറയുമ്പോഴും ദൈവത്തോട് ആലോചിക്ക്, ദൈവവുമായിട്ട് ചേർന്ന് തീരുമാനിക്ക്, വ്യക്തിപരമായി തീരുമാനിക്ക് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി ദൈവികമായ ബന്ധത്തിലേക്ക് അവരെ നയിക്കേണ്ടതിന് പകരം എൻ്റെ അനുസരണത്തിന്റെ കീഴിൽ, എൻ്റെ ചിറകിൻ കീഴിൽ, എൻ്റെ ആധിപത്യത്തിന് കീഴിൽ ഞാൻ അവരെ അടിച്ചമർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ദൈവാനുഗ്രഹത്തിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവാനുഗ്രഹം എന്നത് ദൈവം കൂടെ എന്ന ബോധ്യമാണ്. ഈ ദൈവം കൂടെ എന്ന ബോധ്യം മക്കൾക്കുണ്ടാവേണ്ടതാണ്. ഈ ദൈവം കൂടെ എന്ന ബോധ്യം പങ്കാളിമാർക്കുണ്ടാകേണ്ടതാണ്. അവരെന്റെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് എന്റെ നിയന്ത്രണത്തിന് കീഴിലും ഇഷ്ടത്തിന് കീഴിലും അവർ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികാവസ്ഥയെ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുന്നു. അംഗീകാരത്തോടെയും സന്തോഷത്തോടുകൂടെയും അല്ല അവർ ഇതിനൊക്കെ വിധേയപ്പെടുന്നത് നിവർത്തികേട് കൊണ്ടാണ്. ഇങ്ങനെ നിവർത്തികേടിന്റെ കീഴിൽ മനുഷ്യർ നിർത്തുന്നതിന്റെ പേരല്ല സ്വാഭാവികത. സ്വാഭാവികത എന്താണ്? ദൈവത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്, ദൈവം പറയുന്നത് കേൾക്കാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, ദൈവത്തിലേക്ക് കേൾക്കൂ, ദൈവത്തിന് ചെവിയോർക്കൂ, ദൈവസ്വരത്തിന് കാതോർക്കൂ, ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, വചനം പറയുന്നത് ശ്രദ്ധിക്കൂ, അവിടേക്ക് തിരിയൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നത് കേൾക്കൂ, എൻ്റെ ആധിപത്യത്തിന് കീഴിൽ നിൽക്കൂ, ഞാനാണ് പരമപ്രധാനമെന്ന് പഠിപ്പിക്കുന്ന അബദ്ധം പലപ്പോഴും കുടുംബങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് വരാൻ മക്കൾക്കും കഴിയില്ല, ജീവിത പങ്കാളിക്കും കഴിയില്ല. അവിടെ നിയന്താവ് ഞാനാണ്, ഞാൻ തീരുമാനിക്കും. ഈ ഞാൻ തീരുമാനിക്കുമെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവം പോലും അസാധുവായി പോകും മക്കളുടെ ഹൃദയത്തിൽ. അവർ തീരുമാനിക്കും ദൈവമൊന്നുമില്ല, ഇയാളാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്, ഇയാൾ പറഞ്ഞുണ്ടാക്കിയൊരു ദൈവമാണ്, ഇയാളുടെ കാര്യം നടക്കാൻ ഇയാൾ പറയുന്ന മറ്റുള്ളവരെ അംഗീകരിക്കാൻ വേണ്ടി ഇയാളൊരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇത് ഫേക്ക് ഐഡിയ ആണ്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹത്തെ ബന്ധങ്ങൾക്കകത്തായാലും സ്വാഭാവികമായി ജീവിതത്തിൽ നാം നേടുന്ന ഏത് അവസ്ഥയ്ക്കകത്തായാലും ദൈവാനുഗ്രഹത്തെ നാം കണ്ടത് ദൈവം നമ്മോട് കൂടെ, അത് കഷ്ടത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും കണ്ണീരിലാണെങ്കിലും ഏതവസ്ഥയിലും. ഈ പറഞ്ഞതിനകത്ത് ഒരു വലിയ അപകടമുള്ള എന്താണെന്നറിയാമോ? 2 പങ്കാളിമാർ തമ്മിൽ സ്വാഭാവികമായി സ്നേഹത്തോടെ ജീവിക്കുന്നു, അവർ പരസ്പരം തിരിച്ചറിയുന്നില്ല, ഈ നൽകുന്നതും കൊടുക്കുന്നതും തിരിച്ചറിയുന്നില്ല, അങ്ങനെ ഒരാളുള്ളത് പോലും മനസ്സിലാക്കുന്നില്ല. പെട്ടെന്നൊരു ദിവസം അവർ തമ്മിൽ ഒരു വിള്ളലുണ്ടാവുമ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടതായിട്ട് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ദേവാലയത്തിൽ ചെല്ലണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ജീവിച്ചു പോകുന്ന ദമ്പതിമാരിൽ ഒരാൾ നഷ്ടപ്പെടുന്നു, ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്നു, അപ്പൊ ദേവാലയത്തിൽ ചെല്ലുന്നു, നഷ്ടം പരിഹരിക്കും? ദൈവാനുഗ്രഹം എന്നത് നമ്മൾ ജീവിക്കുന്ന ഏതവസ്ഥയിലും കൂടെയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഭൗമികമായ ലാഭനഷ്ടങ്ങളുടെയും ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല. നിങ്ങൾ ജീവിക്കുന്ന ഓരോ ഘട്ടത്തിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന പരമാർത്ഥം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾ ഏതവസ്ഥയും അതിജീവിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമർ 8:35 തിരുവചനങ്ങളിൽ പറയുന്നത്, പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്ത് വേണമെങ്കിലും വന്നവരുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്താണ് ഞാനെന്ന ജീവിത ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരാണ് ദൈവാനുഗ്രഹ നഷ്ടം. ദൈവം കൂടെയുണ്ട്, ഈ ബോധ്യം എനിക്ക് ഉണ്ടാവുന്നില്ല. ദൈവം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഞാൻ കരുതുന്നതും ഞാൻ അനുഭവിക്കുന്നതും ഒരു ശൂന്യതയാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ വീണുപോകും. അപ്പൊ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ ചെല്ലാനുള്ള ഭൗതികമായ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടാവുമ്പോൾ, സ്വാഭാവികതകൾക്ക് ലംഘനം ഉണ്ടാവുമ്പോൾ ചെല്ലാനുള്ള സ്ഥലമാണ് നല്ല കരുതേണ്ടത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം, ഞാൻ ദൈവരാജ്യത്തിലാണ് എന്ന ബോധ്യം നിലനിർത്താനായി ഞാൻ പോകേണ്ട സ്ഥലമാണ് ദൈവരാജ്യം. ഏതവസ്ഥയിലും ഏത് കഷ്ടതയിലും ഏത് ഞെരുക്കത്തിലും ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. ഭൗമിക പ്രതിസന്ധികൾ എന്തു തന്നെയായാലും, ഭൗമികമായ ലഭ്യതകൾ എന്തു തന്നെയായാലും, ലഭ്യതയിലും കഷ്ടതയിലും സഹനത്തിലുമെല്ലാം ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. എൻ്റെ ഐഡന്റിറ്റി ദൈവരാജ്യത്തിൻ്റെതാണ്. എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. ഈ ദൈവാനുഗ്രഹം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ്. അതാണ് ദൈവാനുഗ്രഹം എന്ന ബോധ്യം എന്നിൽ ഉറയ്ക്കാനും
ആ ജീവിതം ലോകത്തിനെ പ്രകാശിപ്പിക്കാനും വേണ്ടിയുള്ള സ്ഥലമായിട്ടാണ് ദേവാലയത്തെ കാണേണ്ടത്. അപ്പോൾ മഴ പെയ്യും നഷ്ടപ്പെടുമ്പോൾ, മഴ പെയ്യാതാകുമ്പോൾ ദേവാലയത്തിൽ പോകണമെന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ദേശത്ത് വെട്ടുക്കിളികളെ കൃഷിക്കെതിരായിട്ട് അയക്കുമ്പോൾ, കൃഷിനാശം ഉണ്ടാകുമ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് ഈ നമുക്കുണ്ടാകുന്ന വരുമാന മാർഗങ്ങൾ അടയുമ്പോൾ ദേവാലയത്തിൽ പോകണം. ജോലിയിൽ തടസ്സം ഉണ്ടാകുമ്പോൾ, വരുമാന മാർഗങ്ങൾ അടയുമ്പോൾ, കടങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള സ്ഥലം അല്ല ദേവാലയം. നിങ്ങളുടെ കടം തീർത്തു തരാമെന്നല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഭൗമികമായ ജീവിതത്തിനകത്ത് ഉപജീവനം നേടാനായി ദൈവം നമ്മെ അയച്ചിട്ടുണ്ട്. അതിന് അധ്വാനശേഷിയും അതിനുള്ള എക്സലൻസും അവസരവും ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രയോഗിക്കണം, അത് പ്രയോഗിച്ച് ഉപജീവനം നടത്തണം. പക്ഷേ നമ്മുടെ അധ്വാനവും നമ്മുടെ ജീവിതവും സ്വന്തം ഉപജീവനം നടത്താനുള്ള കേവലമായ മാർഗമല്ല. നമ്മുടെ അധ്വാനവും ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പാനുള്ളതാണ്. ഇത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പാനുള്ള സ്ഥലമാണ്. അപ്പൊ കടബാധ്യതകൾ ഉണ്ടാവുന്നു, കഷ്ടതകൾ ഉണ്ടാവുന്നു, വരുമാന നഷ്ടം ഉണ്ടാവുന്നു, ബിസിനസ്സിൽ വീഴ്ച ഉണ്ടാവുന്നു, ഇതെല്ലാം സ്വാഭാവികമാണ്. എപ്പോഴാണ് ഈ വരുമാന മാർഗങ്ങൾ അടയുമ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്? നമ്മൾ അതിൽ ആശ്രയിക്കുമ്പോഴാണ്. നമ്മൾ അതിലല്ല ആശ്രയിക്കേണ്ടത്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതും നമ്മെ നയിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഒരു തോൽവിയല്ലെന്നും അതിനെ മറികടക്കാനുള്ള പുതിയമായ ഒരു മാർഗം ദൈവം കൊണ്ടുവരും. നമ്മൾ വിശ്വസിക്കണം, പ്രയത്നിക്കണം, തകർന്നു പോകാതിരിക്കണം, ഭൂതകാലത്തിൽ കെട്ടപ്പെട്ടു പോകാതിരിക്കണം, ഭാവിയിലെ പ്രതീക്ഷകളിലും കെട്ടപ്പെട്ടു പോകാതിരിക്കണം, അധ്വാനിക്കണം, ഇന്നത്തെ നിലയ്ക്ക് ജീവിക്കണം. അപ്പൊ ജീവിതത്തിൽ ഏത് അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകുമ്പോഴും നാം ഒരു കാര്യം ഉറക്കേണ്ടത്, നമ്മുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ദേവാലയം ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ട സ്ഥലമല്ല, അത് നമ്മുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട, നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് പറയാനുള്ള ഒരു സ്ഥലമാണ്. ആ നിലയ്ക്കാണ് ദേവാലയത്തെ കാണേണ്ടത്. അത് കാണുന്നതിന് പകരം നിങ്ങൾക്ക് കടം ഉണ്ടാവുമ്പോൾ, നിങ്ങൾക്ക് വരുമാനം കുറയുമ്പോൾ ചെല്ലേണ്ട ഇടമാണ് ദേവാലയം എന്ന് പഠിപ്പിക്കുന്നത് മഹാബദ്ധമാണ്. ഈ നിലയ്ക്കുള്ള പഠനം ഒരു വ്യക്തിയുടേതായിട്ടല്ല കേട്ടോ. ഈ നിലയ്ക്കുള്ള പഠനം സ്വാഭാവികമായി സഭയ്ക്കകത്തുനിന്ന് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് കടം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ജോലി കിട്ടാൻ, വിസ കിട്ടാൻ, ഇതിനൊക്കെയാണ് ദേവാലയത്തിൽ പോകേണ്ടതെന്ന് തെറ്റിദ്ധാരണ പരക്കുന്നു. പ്രാർത്ഥനയെ ഒരു ടൂളായിട്ട്, ഉപകരണമായിട്ട് മാറ്റുകയാണ്. ദേവാലയത്തെ കാര്യം കാണാനുള്ള ഒരിടമായിട്ട് കാണുകയാണ്. ജീവിതത്തിന്റെ പരമമായ കേന്ദ്രമായി ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ രാജ്യത്തെയും ആ രാജ്യത്തിന്റെ പ്രതീകമായ ദേവാലയത്തെയും നമ്മുടെ ജീവിതത്തെയും കാണാൻ കഴിയാതെ പോകുന്നതിന്റെ അപജയം വ്യക്തിപരമായ അനുഭവതലത്തിൽ നിന്ന് നമ്മളെ നീക്കിക്കളയുന്നു, ദൈവാനുഭവത്തിന്റെ വേദിയിൽ നീക്കിക്കളയുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ജോലി കിട്ടിയാൽ, കാര്യം നടന്നാൽ, സമ്പത്തുണ്ടായാൽ, കച്ചവടം പുരോഗമിച്ചാൽ ദൈവം അനുഗ്രഹിച്ചു. ഈ കച്ചവടം പുരോഗമിക്കാത്തപ്പോഴും സാമ്പത്തികമായി തകർച്ച ഉണ്ടാകുമ്പോഴും എല്ലാ സമയത്തും കൂടെയുള്ള ഒരാളാണ് ദൈവം. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്റെ നിസ്സാരതയാണ്. ഇത് ഇത്രത്തോളമേ ഉള്ളൂ. ഇന്നുണ്ടായാൽ നാളെ നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ഒന്നും നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്നത് ദൈവമാണ്. അത് നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് വിളിക്കണം. കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടാനുള്ള ഇടമായിട്ട് ദേവാലയത്തെ കാണുന്നത് അബദ്ധമാണ്. കഷ്ടനഷ്ടങ്ങളിലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ദൈവരാജ്യ വ്യക്തിത്വം നമുക്കുണ്ട് എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ ദേവാലയത്തിലേക്ക് പോകുന്നതിന് പിന്നിലുണ്ടാകേണ്ടത്. മൂന്നാമത് കാണുന്നത്, ദേശത്ത് ജനതകളുടെ ഇടയിൽ ഞാൻ രോഗങ്ങൾ, മഹാമാരികൾ അയക്കുമ്പോൾ, ഈ പറയുന്നത്, നമ്മൾ പറയുന്നത് എവിടെയും സത്യമാകണം, ഇവിടെ പറയുന്നത് വേറെ സ്ഥലത്ത് ആപ്ലിക്കബിൾ ആകണം. സത്യത്തിന് അങ്ങനെയാണ്. എന്നിട്ട് മഹാമാരി ഉണ്ടായപ്പോൾ ദേവാലയങ്ങളിൽ പോകാൻ പറ്റാതായല്ലോ. മഹാമാരി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ദേവാലയത്തിൽ ചെല്ലണം എന്ന് പറയുമ്പോൾ ഈ മഹാമാരി ഉണ്ടായ സമയത്ത് ദേവാലയത്തിൽ പോകാൻ പറ്റണ്ടായല്ലോ. അവനവൻ ദേവാലയമാണെന്ന് തിരിച്ചറിയാൻ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിട്ട് മഹാമാരിയെ കാണണം. മഹാമാരി നമ്മുടെ ജീവിതത്തിന്റെ പരിമിതിയെ വെളിപ്പെടുത്തിയ സ്ഥലമാണ്. ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയെ, കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത കേവലം ഒരു വൈറസ് മനുഷ്യകുലത്തെ ഒന്നാകെ പിടിച്ചുലയ്ക്കുകയും വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കാൻ താക്കീത് കൊടുക്കുകയും ചെയ്യുന്നതിന് അടയാളമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേവലം ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസ്
മനുഷ്യകുലത്തെ ആകെ ഒന്നായിട്ട് ഒലച്ചു. ഓസോൺ പാളിയിലുണ്ടായിരുന്ന വിള്ളലടച്ചു. ഓസോൺ പാളിയിലുള്ള വിള്ളൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലോകത്ത് വാഹനങ്ങളൊന്നും ഓടാണ്ടായി, കാർബൺ പൊല്യൂഷൻ നിലച്ചു. ലോകം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ലൗകികമായ അതിന്റെ വ്യാപാര സാധ്യതകളിൽ നിന്ന് മാറി നിന്നു, അടച്ചിടപ്പെട്ടു. അടച്ചിട്ടത് ശക്തമായ രാജ്യങ്ങളല്ല, ശക്തരായ രാജാക്കന്മാരല്ല, അധിപന്മാരല്ല, കേവലം ഒരു വൈറസാണ്. മഹാമാരി നമ്മോട് പറഞ്ഞത് എന്താ? മഹാമാരി നമ്മോട് പറഞ്ഞത് ഓട്ടം ചുരുക്കൂ, ഈ ഓട്ടത്തിന്റെ ഈ ആർത്തിയുടെ ഈ ലോകത്ത് നിന്ന് നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കും. ആളുകൾ ഒതുങ്ങി, മിതവ്യയം ഉണ്ടായി, നമ്മുടെ സന്തോഷമാർഗങ്ങളൊക്കെ അടഞ്ഞു. നമ്മൾ വീടിനകത്തിരുന്നപ്പോ നമ്മൾ അവനവനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അവനവന്റെ കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ഓർക്കാൻ തുടങ്ങി. അങ്ങനെ അവനവനെ തന്നെ കണ്ടെത്താൻ തുടങ്ങി. മഹാമാരി വന്നപ്പോൾ ദേവാലയങ്ങളിലേക്ക് ഓടാൻ പറ്റിയില്ല. അതുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് വീണുപോയോ? ദൈവരാജ്യ അനുഭവം എന്നത് ഞാൻ എപ്പോഴും ജീവിക്കുന്ന ക്രിസ്തുവിലാണെന്ന ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് രോഗം വരുമ്പോൾ ഓടിച്ചെല്ലാണ് സ്ഥലമാണ് ദേവാലയം. തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാ. കഷ്ടതയും രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെല്ലും, ആശ്രയബോധം വേറെ ഇല്ലാത്തപ്പോൾ നമ്മൾ ചെല്ലും. പക്ഷെ നമ്മൾ ഓർക്കണം, അത് നമ്മുടെ രോഗം മാറ്റുന്ന ഇടമല്ല, രോഗം മാറ്റാനുള്ള ഇടമല്ല, നമ്മുടെ ജീവിതമാണത്. നമ്മൾ ജീവിക്കേണ്ട ഇടമാണ്. യഥാർത്ഥ പൗരത്വം ദൈവരാജ്യത്തിലാണെന്ന ബോധം നിലനിർത്താനുള്ള ഇടമാണ്. അതുകൊണ്ട് രോഗം വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതല്ല ജീവിതമെന്ന് തിരിച്ചറിയാൻ ദേവാലയത്തിൽ പോകുമ്പോൾ നമുക്ക് കഴിയണം. ഒരു രോഗം നമ്മെ നഷ്ടപ്പെടുത്തുകയില്ല. ശരീരത്തിന് രോഗം വന്നാൽ അതോടെ തീർന്നു പോകുന്നവരല്ല നാം. ഒരു രോഗത്തിന് നമ്മെ കൊല്ലാൻ കഴിയില്ല. ആത്മാവിനെ തിരിച്ചെടുക്കാൻ അവിടെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് പോകും. ആ വിശ്വാസബോധ്യം നമുക്കില്ലെങ്കിൽ, ദൈവം നമുക്ക് നൽകുന്ന ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള മനോഭാവമില്ലെങ്കിൽ പിന്നെ ദൈവരാജ്യത്തിൽ എങ്ങനെ അംഗമാണ്? ദൈവരാജ്യത്തിൽ അംഗമായി നമുക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും ആര് തരണമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതെല്ലാം ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കണം. 2 ദിനവൃത്താന്തം 7:13 തിരുവചനം പറയുന്നത് ഇതെല്ലാം ദൈവം ചെയ്യുന്നു എന്നാണല്ലോ. ദൈവം ചെയ്യുന്നവയോട് മറുതിരിക്കാനാണോ നാം പോകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിക്കുകയും കഷ്ടതകളെ സ്വീകരിക്കുകയും ആമേൻ പറയുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ വഴിയെ പുരോഗമിക്കാൻ നാം വിളിക്കപ്പെട്ടവരാണെന്ന്. അങ്ങനെ ക്രിസ്തുവിന്റെ വഴിയെ പുരോഗമിക്കാൻ വിളിക്കപ്പെട്ട നമ്മോട് ഇതെല്ലാം മാറ്റിത്തരുന്നിടമാണ് ദേവാലയമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ വാസ്തവ വിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് എതിർ ക്രിസ്തുവാദമാണ്. ഇതിന് വൃത്താന്തമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പഴയകാല ബോധമാണ്. ക്രിസ്തുവിലുള്ള നവീകരിക്കപ്പെട്ട ബോധമല്ല, പൂർണ്ണതയുടെ ബോധമല്ല, പഴയകാല ബോധമാണ്. അവിടെ ജനം ഈ കഷ്ടത വരുമ്പോഴാണ് ദൈവത്തെ അന്വേഷിച്ചിരുന്നത്. നമ്മൾ കഷ്ടത വരുമ്പോഴാണോ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ ദൈവപക്ഷത്ത് ജീവിക്കുന്നവരാണോ? നമ്മൾ ദൈവാന്വേഷകരാണോ? ദൈവത്തിൽ എത്തിച്ചേർന്നവരാണ്? ദൈവം നമുക്ക് വെളിപ്പെടുകയാണ്. റിവീൽഡ് ഗോഡാണ് യേശു. പഴയ നിയമകാലത്തെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല നമ്മൾ. പ്രാചീന മതങ്ങളൊക്കെയും ദൈവാന്വേഷണത്തിന്റെ പാതയിലാണ്. നമ്മളാകട്ടെ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ബോധത്തിലാണ്. വെളിപ്പെട്ട ദൈവമാണ്. അങ്ങനെ ഒരു വെളിപ്പെട്ട ദൈവം കൂടെ ഉണ്ടായിരിക്കെ നമ്മൾ അവിടെ നിന്ന് വസിക്കുന്നുവെന്നും അവിടെ നിന്നാണ് നമ്മൾ ചരിക്കുന്നതെന്നും ബോധ്യമുണ്ടായിരിക്കെ നമ്മൾ പിന്നെ അന്വേഷിച്ച് എവിടെ പോകാനാണ്? ദേവാലയത്തിൽ ദൈവത്തെ അന്വേഷിച്ചു പോകേണ്ടതല്ല. 2 ദിനവൃത്താന്തം 7:14 പറയുന്നത് എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ദുർമാർഗങ്ങളിൽ പിന്തിരിയുകയും ചെയ്താൽ അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവർക്ക് ആശ്വാസം നൽകും. അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും, അവരുടെ ദേശം ഞാൻ സമ്പുഷ്ടമാക്കും. ഇതൊരു പഴയ നിയമബോധമാണ്. യേശുവിന്റെ നാമത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും, യേശു ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവാന്വേഷണത്തിലല്ല എന്ന കാര്യം അറിയണം. നമ്മുടെ അകമേ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ്. വി ആർ ഇമേഴ്സിംഗ് നോളേജ്. അറിവിൽ മുങ്ങി. എന്താണ് അറിവ്? മഹത്വത്തിന്റെ പ്രത്യാശയായി നിങ്ങളിലുണ്ട് എന്ന ബോധ്യമാണ്. ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് എന്ന ബോധ്യമാണ്. ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യമാണ്. എഫെസ്യർ 1:23 സഭ അവിടുത്തെ ശരീരമാണ്.
ആ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ആ ബോധ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇനിയൊരു ദൈവത്തെ അന്വേഷിച്ച് എവിടെ പോകാനാണ്? നമ്മളൊരു പാട്ട് പണ്ട് പാടി ശീലമുള്ളതല്ലേ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. അവിടെയും ഇവിടെയും ഇല്ലാത്ത ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത്? നിങ്ങളിൽ വസിക്കുന്നു. യേശു നമ്മുടെ അകമയുണ്ടെന്ന ബോധ്യം നഷ്ടപ്പെട്ടാൽ വിശ്വാസമില്ല. 2 കൊരിന്ത്യർ 13:5 പറയും, നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, പരിശോധിച്ചറിയുവിൻ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ, എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. നിങ്ങൾ ദൈവാന്വേഷകരായി മാറിയാൽ അതിനർത്ഥം പരീക്ഷയിൽ പരാജയപ്പെട്ടെന്നാണ്. നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്നു എന്ന പരമാർത്ഥം തിരിച്ചറിയുകയാണ് വേണ്ടത്. ആ അർത്ഥത്തിലേക്ക് തിരിഞ്ഞിരിക്കാൻ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് കഴിയേണ്ടതുണ്ട്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഹിസലൈ, അവനുദ്ധിതൻ, എന്നിൽ വസിക്കുന്നു. അങ്ങനെ എന്നിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം ഞാൻ തിരിച്ചറിയേണ്ടതിന് പകരം ഞാൻ ദൈവാന്വേഷകനായി മാറുന്നു. നാം ദൈവനാമത്തിലാണെന്ന് മാത്രമല്ല, നാം ദൈവത്തിലാണ് ചരിക്കുന്നത്. നമ്മിൽ ദൈവം വസിക്കുന്നു. അങ്ങനെ ദൈവം വസിക്കുന്നു എന്ന ബോധ്യമാണ് അപരനിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മൾ ശക്തിപ്പെടുത്തുക. അങ്ങനെയായാൽ നാം സ്വയം എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നമ്മൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന എളിമപ്പെടുത്തിയാണോ അതോ അഹങ്കരിച്ചുകൊണ്ടോ? നമ്മൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന എളിമപ്പെടുത്തിയിട്ടല്ല, അഹങ്കരിച്ചുകൊണ്ടാണ്. കർത്താവെ, ഈ ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്ന് കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കർത്താവെ, ഈ ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. കർത്താവെ, ഈ കടം മാറ്റിത്തരാൻ അവിടുന്ന് സഹായിക്കണമേ. ഇപ്പൊ അവിടുന്ന് ആരാണ്? അവിടുന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളായിട്ടല്ല നമ്മൾ കരുതിയിട്ടുള്ളത്, സഹായിയായിട്ടാണ്. വീട് പണി നടക്കാണ്, കർത്താവെ മഴ പെയ്യിക്കാതെ നോക്കണേ. എക്സിക്യൂട്ടീവാ, കാര്യം നടത്തുന്നയാളാ. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളായിട്ട് ഉടമാവകാശം ദൈവത്തിന് കൊടുക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ കഷ്ടതയും ക്ലേശവും സഹനവുമെല്ലാം നിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു, നിന്റെ ദാനമാണ്. ദൈവമേ, നിനക്ക് നന്ദി എന്നാണോ ദേവാലയത്തിൽ പോയിട്ട് പറയുന്നത്? ഇതെല്ലാം മാറ്റിത്തരണമെന്നല്ലേ? കുരിശുകൾ മാറ്റിത്തരാൻ വേണ്ടിയല്ലേ നീണ്ട പ്രാർത്ഥനാ യുദ്ധങ്ങൾ? അതോ കുരിശുകളെ സഹിക്കാൻ പ്രാപ്തനാക്കണമേ എന്നോ? ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളെ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ നേരിടാൻ കരുത്ത് പകരണമെന്നാണോ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നാം ശക്തീകരിക്കപ്പെടുന്നത് ജീവിത സഹനങ്ങളെ നേരിടാനാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് സഹനശക്തി. നാം ഓർക്കാറേയില്ല. അപ്പൊ ദേവാലയത്തിൽ നിങ്ങൾക്ക് കഷ്ടനഷ്ടം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളതായിട്ട് കരുതരുത്. നിങ്ങൾ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവനവനെ കൈവിടുക എന്നുള്ളതാണ്. എളിമപ്പെടുത്തുന്നതിന് അത്രേ അർത്ഥമുള്ളൂ. ദൈവസന്നിധിയിൽ എന്ത് എളിമപ്പെടുത്താനാണ്? നമ്മൾ സ്വയാവബോധം ഉണ്ടായാൽ മതി. വി ആർ നത്തിങ്. നമ്മൾ ഒന്നുമല്ല. ദൈവകൃപയാൽ, അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നാം തിരഞ്ഞെടുക്കപ്പെടുകയും അവിടുത്തെ രാജ്യത്തിൽ അംഗമാക്കുകയും ചെയ്തു. അവിടുത്തെ സ്നേഹമാണ്, പരിഗണനയാണ്. സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ല. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നതിൽ പിന്നെ എന്താ പറയാനുള്ളത്? നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പിന്നെ നഷ്ടമെന്ന് പറയാൻ നമുക്ക് എന്താ ഉള്ളത്? കർത്താവ് ഇങ്ങനെ നടത്തി തരണമേ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ഐഡിയക്കകത്താണ് കൊടുക്കുന്നത്. ഈ സഹനം മാറ്റണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തെറ്റിപ്പോയെന്ന് നമ്മൾ പറയുന്നത്, എളിമപ്പെടുത്തിയെന്ന് നമ്മൾ പറയുന്നത്. സ്വയം എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ആമേൻ പറയാനാണ്. നഷ്ടമായി എനിക്ക് തോന്നാം, കഷ്ടമായി എനിക്ക് തോന്നാം, ക്ലേശമായി എനിക്ക് തോന്നാം, ആമേൻ പറയലാണ്. ഇനി മൂന്നാമത് പറയുന്നത് എന്താ? നിങ്ങൾ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കർത്താവിൽ നമുക്ക് അവസരമുണ്ട്. നാം ദേവാലയത്തിൽ പോകുന്ന യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തിലെത്താനാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ദൈവരാജ്യവുമായി നമുക്കുള്ള അകലം മനസ്സിലാകുന്നത്. ഓരോ വിശുദ്ധന്റെയും വിശുദ്ധയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര അകലം. ക്രിസ്തുവിനെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയോ എന്നെ സ്നേഹിച്ചു, തിരികെ ഇല്ലല്ലോ, പറ്റുന്നില്ലല്ലോ. അപ്പൊ അനുതാപം ഉണ്ടാവും. അനുതാപത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വിശ്വസിക്കുന്നത്? ദേശത്ത് സമ്പുഷ്ടി ഉണ്ടാകും, ദേശം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണോ? നമ്മളെപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ശാപത്തിന് നമ്മുടെ മേൽ ഒരു സ്ഥാനമില്ല. ദൈവാനുഗ്രഹത്തിന്റെ കീഴിലാണ്. നമുക്കത് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ലെങ്കിൽ അത് നമ്മുടെ കാഴ്ചക്കുറവാണ്. നമുക്കും പരിമിതികളും പോരായ്മകളും അനുഭവപ്പെടുന്നത് നാം നമ്മിൽ തന്നെ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. ദൈവിക പദ്ധതികളിലേക്ക് മിഴിയോർത്താൻ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥന നമുക്കാകും.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥമറിയില്ല. അതുകൊണ്ട് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. മരണം എല്ലാവർക്കും ഭയമുള്ള കാര്യമാണ്. മരിച്ചു പോകുന്ന പേടിയാണ്. പക്ഷെ മരിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റും? മരണം അനിവാര്യതയാണ്. അടുത്ത നിമിഷം സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് കാണാം. അടുത്ത നിമിഷം. എത്ര നിസ്സാരനായ മനുഷ്യൻ ആ ബോധത്തോടെ ജീവിക്കുമെങ്കിൽ ഈ ലോകത്ത് എല്ലാ മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടി ആയിത്തീരാൻ പറ്റും. കാരണം അല്പനേരേ ഉള്ളൂ. അവസാന നിമിഷമാണെന്ന് ഓർത്ത് നോക്കിയേ. എന്തെങ്കിലും ആർത്തി ഉണ്ടാവൂ? ആർത്തികൾ നമ്മെ വിഴുങ്ങുന്ന എന്തുകൊണ്ടാണ്? നിത്യകാലം ഇവിടെ ജീവിക്കുന്ന നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് 100 വർഷത്ത് നിലനിൽക്കാവുന്ന കെട്ടിടമൊക്കെ പണിയണം നമ്മൾ ആലോചിക്കുന്നത്. മണിമാളികൾ പണിയാം എന്ന് നമ്മൾ ആലോചിക്കുന്നത്. സമ്പത്ത് കരുതി വെക്കണമെന്ന് നമ്മൾ കരുതുന്നത്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിൽ എളിമ ഉണ്ടാകുമ്പോഴാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുക. ക്രിസ്തുവിൽ അനുഗ്രഹീതരായ നമുക്ക് ഓരോരുത്തർക്കും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകേണ്ടതുണ്ട്. ദേവാലയം അനുതാപം നമ്മിൽ ജനിപ്പിക്കുന്നത് ദൈവരാജ്യ അവബോധം നൽകുന്നത് കൊണ്ടാണ്, കാര്യം കാണാൻ വേണ്ടിയല്ല. ഈ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നാം ഓർക്കണമെന്ന് പറഞ്ഞ് പ്രഘോഷകൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. 2 ദിനവൃത്താന്തം 7:15. ഇവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവിന്റെ കണ്ണും കാതും ജാഗരൂകമല്ലാത്ത ഏതിടാനുള്ളത്? നിരന്തരം ജാഗരൂകമായി അവിടെ നമ്മെ നോക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും അവിടെ നിന്നറിയാതെയല്ല. ഉള്ളംകൈയിലെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ നിയമ ബോധ്യമാണ് ആ ദേവാലയത്തിനകത്താണ് ഇത് സംഭവിക്കുക എന്ന്. ജീവിതത്തിൽ ഉടനീളം ദൈവത്തിന്റെ ഈ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ നോട്ടവും ജാഗരൂകതയും നമ്മുടെ മേലുണ്ട് എന്ന് വിശ്വസിക്കണം. ദേവാലയത്തിൽ നമ്മൾ പോകുന്നത് നമുക്ക് ഈ ബോധ്യങ്ങളില്ലാതായി പോകുന്നത് കൊണ്ട്, ഇങ്ങനെ ദൈവത്തിന്റെ കരുതലിലും സ്നേഹത്തിലുമാണെന്ന അവബോധം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ആ അവബോധത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ കുറവ് പരിഹരിക്കാനുള്ള സ്ഥലമാണ്. ദൈവം ഒരു സ്ഥലത്തേക്കല്ല അനുഗ്രഹം ചൊരിയുന്നത്. ഇവിടെ പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം ഉണ്ടാവൂ എന്ന് പറയുന്നത് മൗഢ്യമാണ്. അനുഗ്രഹം എപ്പോഴും ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതെനിക്ക് അവബോധത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഒരു അവബോധ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ ദേവാലയം എന്ന പ്രതീകത്തിനകത്ത് സംഭവിക്കുന്നത്. പ്രതീകാത്മകമായി ദൈവരാജ്യത്തിനകത്താണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും എൻ്റെ ജീവിതത്തിൽ ദൈവം നിരന്തരം എന്നെ അനുഗ്രഹിക്കുന്നു, കരുതലോടെ എന്നെ ചേർത്ത് നിർത്തുന്നു, അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അവിടെ നിന്ന് എനിക്ക് വേണ്ടി ഉയർത്തു, അവിടെ നിന്നാണ് ഞാൻ ജീവിക്കുന്നതെന്ന പരമാർത്ഥത്തിലേക്ക് എന്നെ ഉയർത്തുന്നിടമാണ് ദേവാലയം. ഈ ഒരു ബോധ്യത്തോടെ ദേവാലയത്തിൽ പോകാൻ നമുക്ക് പറ്റണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഒരു പ്രഘോഷണത്തെ ഇകഴ്ത്താൻ വേണ്ടി പറഞ്ഞതൊരു കാര്യത്തിന് വേണ്ടി. ഇത് പൊതു അവബോധമാണ്. ഇതൊരാളുടെ നിർബുദ്ധിയൊന്നുമല്ല. ഈ ഒരു അവബോധം സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നു. അങ്ങനെ കാര്യം കാണാനുള്ള ഇടമാണെന്നും കഷ്ടതയും സഹനമൊക്കെ ഉണ്ടാകും ഓടിച്ചെല്ലാനുള്ള ഇടമാണെന്നും ദൈവം നമ്മെ സഹായിക്കുമെന്നും അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകമായി അവിടത്തോട് ആ സ്ഥലത്തോടുള്ള ആ ഇടത്തോടുള്ള കരുതലിൽ ദൈവം അവിടെ അഭിഷേകം വർഷിക്കുമെന്നും നമ്മൾ അങ്ങനെ ശക്തരാകുമെന്നും സ്വതന്ത്രരാകുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊരു അബദ്ധബോധ്യമാണ്. ദേവാലയം ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനമാണ്. ഇടവക കൂട്ടായ്മ ഒരു സാമൂഹ്യ ബോധം കൂടി അതിനെ വെച്ച് കെട്ടുന്നുണ്ട്. ഒരു സാമൂഹ്യ അവബോധത്തിനകത്ത്, ഒരു ദൈവരാജ്യ ബോധത്തിനകത്ത് ജീവിക്കാൻ വിളിക്കപ്പെടുകയും ആ ദൈവരാജ്യത്തിന്റെ ഭാഗമായി ലോകത്ത് മുഴുവൻ തന്റെ പ്രവൃത്തികളിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹവും ശക്തിയും പ്രസരിപ്പിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെടുന്നവരാണ് നമ്മൾ. കഷ്ടതയും സഹനവും നഷ്ടങ്ങളല്ലെന്നും ആ ദൈവിക ബന്ധത്തിൽ നമ്മൾ ഉയർത്തുമെന്നുള്ള ബോധ്യത്തോടെ എൻ്റെ ജീവിതം എൻ്റെ അല്ലെന്നും കർത്താവേ നിന്റെ കയ്യിലാണെന്നും ഏറ്റുപറയുന്നവരായി ജീവിക്കാൻ വിളിക്കപ്പെടുന്നവരാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുക. ക്രിസ്തു ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്, അടിമത്തത്തിലേക്കും ആധിപത്യത്തിലേക്കുമല്ല. അതുകൊണ്ട് ദൈവം നമ്മോട് കാട്ടിയ അനന്ത സ്നേഹത്തിന് നന്ദി പറയാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ, ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന ബോധ്യം നിലനിർത്തി ആ അവബോധത്തോടെ ദൈവരാജ്യത്തിന്റെ പോരാളിയായി ആനുകാലിക ലോകത്ത് സ്നേഹത്തിന്റെ പരിമളം പരത്താൻ നാം വിളിക്കപ്പെടുന്നു, അയക്കപ്പെടുന്നു. ആ ഒരു ബോധ്യത്തോടെ വേണം ദേവാലയത്തിൽ പോകാൻ. അപ്പോൾ ഇനി മുതൽ ദേവാലയത്തിൽ പോകുമ്പോൾ നന്ദിയോടെ പോകണം, ദൈവരാജ്യമാണെന്ന ബോധ്യത്തിൽ പോകണം, നാം ആ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കണം. ക്രിസ്തു ഭരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവിതത്തെ ആകെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്നുണ്ട് എന്നറിയണം. ആ ദൈവസ്നേഹത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ തിരിച്ചറിയുകയും അവനവനെ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യാൻ
ഇടയാകുന്ന ഒന്നാകണം ദേവാലയ സന്ദർശനം. ഈ ഒരു ബോധ്യത്തോടെ ഇനി ദേവാലയത്തിൽ പോകാൻ കഴിയട്ടെ. അതുകൊണ്ട് ദേവാലയത്തിൽ പോകുന്നത് എന്തിന്, അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം നമുക്കുണ്ടാകും. യേശു ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. ആ ശരീരത്തിന്റെ ഭൗതികമായ അടയാളപ്പെടുത്തലാണ് ഓരോ ദേവാലയവും. അവന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തോടെ ആനുകാലിക ലോകത്ത് ജീവിക്കാം, നമ്മെ തന്നെ മുറിച്ചു വിളമ്പാം. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം അനുഭവപ്രദമാക്കാം. അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.